പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യുന്നത് നല്ലൊരു അധ്യാപകനെ കണ്ടെത്തുകയാണെന്ന് ജർമ്മൻ സാഹിത്യകാരന്മാർ പറയുവാറുണ്ട്. അധ്യാപനം എന്താണെന്നും അധ്യാപകൻ ആരാണെന്നും പറഞ്ഞു തന്ന ഫ്രാൻസിസ് സാറിന്, വർണ്ണിക്കുവാൻ വ്യാകരണങ്ങളോ വാക്കുകളോ ഇല്ലാത്ത ഫ്രാൻസിസ് സാറിന് അനുഭവങ്ങളും അറിവുകളും തേടിയാണ് ഓരോ വിദ്യാർത്ഥി ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത്. 2 വർഷങ്ങൾ കൊണ്ട് അവർ സ്വായത്തമാക്കുന്ന അറിവിന്റെയും സ്വന്തമാക്കുന്ന അനുഭവങ്ങളുടെയും കാരണക്കാരനും മുഖവും അങ്ങ് തന്നെയാണ്. അനുഭവങ്ങളോടൊപ്പം അറിവുകളും ചേരുമ്പോഴാണ് അവ ജീവിതത്തിന് മൂല്യവൽക്കരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു തന്ന അങ്ങേക്ക്, അങ്ങയുടെ അധ്യാപന ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് പകർന്നു തന്ന അറിവുകൾക്ക് പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തന്ന മഹത് വ്യക്തിത്വത്തിന് പ്രിയപ്പെട്ട അധ്യാപക, അങ്ങേക്കായി നൽകുവാൻ ഞങ്ങളുടെ കൈകളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പ്രതിഫലം ഇച്ഛിക്കാതെ സ്വന്തം കർത്തവ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുവാനും അംഗീകാരങ്ങളുടെയും ആശംസകളുടെയും അവസരങ്ങളിൽ മനഃപൂർവ്വം ഒറിഞ്ഞു മാറുവാനുള്ള അങ്ങയുടെ ഹൃദയവിശാലത ഇവിടെ നിന്ന് അങ്ങേക്ക് വേണ്ടി നൽകുവാനും അങ്ങേക്കായി കാത്തു സൂക്ഷിക്കുവാനും ഒരുപാട് ഓർമ്മകളും സ്നേഹവും മാത്രമേ ഞങ്ങളുടെ മനസ്സുകളിലുള്ളൂ. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയുടെയും പ്രിയപ്പെട്ടവനാകുവാനും അവരുടെ ഹൃദയങ്ങളിൽ എന്നെന്നും ഒരു മാതൃകയായി കാത്തു സൂക്ഷിക്കുവാനുമുള്ള വ്യക്തിത്വമാകുവാനും അങ്ങേക്ക് സാധിക്കുന്നത് എങ്ങനെ? അങ്ങേക്ക് നൽകുവാൻ മനുഷ്യരായ ഞങ്ങളുടെ കൈകളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. മനുഷ്യരുടെ യാതൊരു പ്രതിഫലങ്ങളും ആഗ്രഹിക്കാത്ത അങ്ങേക്ക് മനുഷ്യരായ ഞങ്ങളുടെ സ്നേഹം മാത്രം നൽകുന്നു. സ്നേഹം ദൈവികമാണല്ലോ. ഈശ്വരനും ഗുരുവും എൻ്റെ ഒപ്പം വന്നു നിന്നാൽ ഞാൻ ആദ്യം സ്മരിക്കാം ഗുരുവിനെയായിരുന്നു. കാരണം ഈശ്വരനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് നൽകിയത് എൻ്റെ ഗുരുവാണ്. കബീർദാസിന്റെ ഈ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കണ്ടെത്തുവാൻ ഒപ്പം നിന്ന് 1000 ഓർമ്മകൾ സമ്മാനിച്ച നമ്മുടെ ഈ പ്രിയ അധ്യാപകർ ഇന്ന് ഈ കലാലയത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അവർക്ക് നന്ദിയെ നൽകുവാൻ സ്നേഹവും ബഹുമാനവും മാത്രമാണ്. തുടർന്നുള്ള ജീവിതം ആഹ്ലാദകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന്